കുട്ടിയമ്മ മുസ്ലിയായിരുന്നു തന്നെ വലിയൊരു ആലിമുണ്ടായിരുന്നു. ഇന്നും മഹാനവറുകളെ നമുക്ക് വെളിയങ്കോട് പോയാൽ അതിന്റെ തൊട്ടടുത്താണ് അവിടുത്തെ ഖബർ. സിയാറത്ത് ചെയ്യാൻ പറ്റും. വലിയ മഹാനാണ്. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് സിയാറത്ത് ചെയ്തിട്ടുണ്ട്, പിന്നെയും സിയാറത്ത് ചെയ്തിട്ടുണ്ട്. കുട്ടിയമ്മ മുസ്ലിയാരെ തൊട്ടടുത്ത വീട്ടുകാരനായ ഒരു അസൂയാലുവായ ഒരു മനുഷ്യൻ സുബഹിക്ക് അല്ലെങ്കിൽ തഹജ്ജുദിന് wudu എടുക്കുന്ന സമയത്ത് ബേക്കിൽ വന്നിട്ട് തലക്കടിച്ചു കളിക്കും. അപ്പൊ കുട്ടിയമ്മ മുസ്ലിയാർ അല്ലാതെ വിഷമിച്ച് വേദനിച്ചു, കേസ് കൊടുത്തു. അങ്ങനെ കേസ് കൊടുത്തപ്പോ ബേക്കെന്നാണ് അടിച്ചിട്ട് ഓടിക്കളഞ്ഞത്. ഓടുന്നത് കണ്ടിട്ടുണ്ട്. അതാണ് അയാളുടെ പേരിൽ കേസ് കൊടുത്തത്. അപ്പൊ കേസ് കൊടുത്ത് കേസ് വിചാരണയ്ക്ക് വരുമ്പോ വക്കീല് പറഞ്ഞു, നിങ്ങളോട് അപ്പുറത്തെ വക്കീല് ചോദിക്കും, പ്രതിഭാഗം വക്കീല് ചോദിക്കും, നിങ്ങളെ ഇയാൾ അടിക്കുന്നത് കണ്ടിരുന്നോ എന്ന് ചോദിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടുവെന്ന് പറയണം കേട്ടോ. മനസ്സിലാക്കാൻ അത് ഞാൻ പറയില്ല. എനിക്ക് അടി കിട്ടിയെന്ന് ഞാൻ പറയും, അയാൾ ഓടുന്നത് കണ്ടു എന്ന് ഞാൻ പറയും, എന്നെ ഇയാൾ അടിച്ചു എന്ന് ഞാൻ കണ്ടു എന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ കണ്ടില്ല, വേഗത്തിൽ അടിച്ചില്ല, എന്നെ കണ്ടില്ല, അവിടെ കളവ് ഞാൻ പറയില്ല. അപ്പൊ വക്കീല് പറഞ്ഞു, എന്നാ കേസ് തോറ്റു. അത് തോറ്റാലും ശരി ജയിച്ചാലും ശരി ഞാൻ കളവ് പറയില്ല. അങ്ങനെ കോടതിയിലെത്തി വക്കീല് വിചാരണ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു, മുസ്ലിയാരെ നിങ്ങളെ ഇയാൾ അടിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല. കേസ് നീങ്ങിപ്പോയി, കേസിൽ ജയിച്ചില്ല. അപ്പൊ കേസിൽ ജയിക്കും നോക്കുന്നത് അല്ല, ശത്രുവും സഹിക്കും ഞാൻ പറഞ്ഞത്. പക്ഷെ പിന്നെന്തുണ്ടായി? പിന്നീട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആ അടിച്ച മനുഷ്യന്റെ തലക്കൊരു വേദന വന്നു. ആ വേദന സഹിക്കാൻ കഴിയാത്ത വേദന. അപ്പൊ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് തലക്കിങ്ങനെ ഇടിക്കും. അങ്ങനെ ഇടിച്ചിടിച്ച് അദ്ദേഹം മരിച്ചു.